യാരിയാ നീ? ഞാനൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അന്ത്യപരീക്ഷണത്തിന് കർത്താവ് പറഞ്ഞയച്ചതാണ്. சொல்லிட்டு போங்க. யார் வேணும் உங்களுக்கு? யார் சார் வேணும் உங்களுக்கு? കർത്താവേ, പട്ടര് വന്നു. മാറി നിക്കടാ ചോമ്പേരി. ഞാനിപ്പോ ആരാണെന്ന് കാണിക്കാൻ നിന്നാല് ഞാനും താനും ഉടലോടെ സ്വർഗത്തിലെത്തും. മുത്തൂന്റെ അടുത്ത് പോകുന്നിട്ട് താനിതുവരെ എവിടായിരുന്നു? ദേവലോകത്ത്. ഒന്ന് മുറുക്കി ഉടുത്ത് ഇപ്പോഴാ ഇറങ്ങിയത്. അച്ചായനെവിടെ? അകത്തുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും നല്ല കാലം വരുന്നുണ്ട്. പേടിക്കണ്ട, പൊട്ടില്ല. എന്ത് പൊട്ടില്ല? ഇപ്പൊ പൊട്ടില്ല, അതെന്നെ. Welcome to our shelter, Mr. Iyengar. I knew you would be hurt last. Cheers. നമ്മുടെയൊക്കെ പുറകെ ആരോ ഉണ്ടെന്നും അവൻ തന്നെ കടത്തിക്കൊണ്ടുപോയെന്നും ഈ ജോർജ് പറഞ്ഞു. അതൊരു തോന്നലായിരുന്നു അച്ചായ. അങ്ങനെ ഒന്നില്ല. അയ്യങ്കാർ മദ്യം നിർത്തിയോ? നല്ല സ്കോച്ചാടോ. അതുകൊണ്ടല്ല, 2ാം ക്ലാസ് പൂട്ടി. ആകപ്പാടൊരു വേലിയേറ്റം. ഇവനങ്ങനെ ചെന്ന ബണ്ട് പൊട്ടും, ഷോർട്ടാവും, സകലതും പൊട്ടിത്തെറിക്കി. 2ാം ക്ലാസ്? LLB കഴിഞ്ഞ താൻ എന്തിനാ ഇനി 2ാം ക്ലാസ്സിൽ പോകുന്നത്? അച്ഛാ, എന്തോ ഒരു കോഡാണത്. ഇവൻ എന്തോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യങ്കാർ ഇരിക്കെ. കൃഷ്ണ, മുരുക, പാർത്ഥസാരഥി. തനിക്ക് എന്താ പറ്റിയത്? ആരാ തന്നെ പിടിച്ചോണ്ട് പോയത്? അവൻ എന്തെങ്കിലും കലക്കി തന്നോ? തന്നോന്ന്? കുളിക്കരുത്, ഷോർട്ടാവും. ഷോർട്ടായ സകല കുലുക്കലും അതോടെ നിൽക്കും. അപ്പൊ താനും ഭയന്നുല്ലേ? പേടിക്കണ്ട, പേടിക്കാൻ ഒന്നുമില്ല. നല്ല കാലാണെന്ന് കരുതിയാ മതി. അവനൊരു അന്തസ്സുള്ള മുതലയാടോ. ആരാണ് അവനെ? താൻ കണ്ടോ? കണ്ടു. അന്ന് വിക്രമനായി വന്നത് അവനല്ലേ? വിക്രമനായി മാത്രല്ല, മഹാവിഷ്ണുവായി വന്നതും അവൻ തന്നെയാ. അവതാര. എന്തൊരു തേജസ്, എന്തൊരു മനുഷ്യത്വം, എന്തൊരു ഹൃദയം. ആ കണ്ണുകളിൽ നോക്കണം. അവിടെ നിറയെ കാരുണ്യ കടാക്ഷമാണ്. എന്നെ പൊന്നുപോലെ നോക്കി. നിലം തൊടിയിച്ചില്ല. നേരിട്ട് കണ്ടാൽ ആരെയും നിലം തൊടിയിക്കില്ല. പുഷ്പക വിമാനമല്ലേ അച്ചായ അവനൊപ്പം കൊണ്ടു നടക്കുന്നത്. ആരാടോ അവൻ? ശബ്ദം ഉയർത്തരുത്. ശബ്ദം ഉയർന്നാലും അത് പൊട്ടും. എന്ത് പൊട്ടുമെന്ന്? എല്ലാം പൊട്ടും. അവനിപ്പോ എവിടെ ഉണ്ട്? എവിടെ ഉണ്ടാവാം. ഈ തൂണിലും തുരുമ്പിലും അച്ചായന്റെ പോക്കറ്റിൽ വരെ ഉണ്ടാവാം. ഇവന് വട്ടാച്ചായ. കുളത്തിലിറങ്ങി മുതലേ കണ്ട പേടി ഇവൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇവൻ ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുക്കുമ്പോ എല്ലാം പറഞ്ഞോളൂ. അച്ചായനോട് പറയാൻ വിഷമമാണെങ്കിൽ എന്നോട് പറ. എനിക്കിപ്പോ ഒരു വിഷമമില്ല. അതാ എന്റെ ഇപ്പോഴത്തെ ഒരു വിഷമം. ഗുഡ് ഈവനിങ് മിസ്റ്റർ എഡ്വിൻ തോമസ്. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അതിനു മുൻപ് ഒരാളെ ഇങ്ങോട്ട് അയച്ചിരുന്നു, നമ്മുടെ പട്ടരെ. അയാളാണ് തൻ്റെ ഭംഗിയുള്ള പേരെനിക്ക് പറഞ്ഞു തന്നത്. എഡ്വിൻ തോമസ്. ബ്യൂട്ടിഫുൾ നെയിം, വെരി ബ്യൂട്ടിഫുൾ നെയിം. ഏയ്, വികൃതികളൊന്നും വേണ്ട. തോക്കെടുക്കരുത്, വെടിവെക്കരുത്, അനാവശ്യമായ തമാശകളൊന്നും കാണിക്കരുത്. അതൊക്കെ തനിക്ക് ദോഷം ചെയ്യും. സമാധാനമായി കുറച്ചു നേരം സംസാരിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു യുദ്ധം ചെയ്യാം. ഈ മുറിയിൽ ഞാൻ 2 സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. വെറുതെ നടന്ന് കളിച്ചതിലെങ്ങാനും ചവിട്ടിയാൽ ഇവിടെ പലതും പൊട്ടിത്തെറിക്കും. നീ ആരാണ്? I am an agent from the heaven. ഈ കണ്ണിനകത്ത്, ഈ നെഞ്ചിനകത്ത് ഒരാത്മാവ് നിന്നെ കാണുന്നുണ്ട്. നിന്നെ കൊത്തിക്കീറുന്നത് വരെ ആ ആത്മാവിനെ ഞാൻ പിടിച്ചു നിർത്തും. അതിനുശേഷം തുറന്നുവിടും. നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലോ മിസ്റ്റർ എഡ്വിൻ തോമസ്?
നീ തന്തയ്ക്ക് ജനിച്ച വില്ലനാണ്. ഒരു തന്തയ്ക്ക് പിറന്ന മകനെ നിന്നെ നശിപ്പിക്കാനാവും. ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നതാണ്. വളരെ ഭംഗിയായി ഞാൻ നിന്നെ നശിപ്പിക്കും. അനങ്ങരുത്. നീ പൊട്ടിത്തെറിക്കും, ഭസ്മമാവും. നീ എന്തിനാണ് വന്നത്? പറ, സത്യം പറ. നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ എന്തു വേണമെങ്കിലും തരാം. യെസ്, ഗിവ് മീ, ഗിവ് മീ. എനിക്കൊരു ചന്ദനമുട്ടി വേണം നിന്റെ തലയെ വെച്ച് കത്തിക്കാൻ. അതിനുശേഷം സ്വല്പം പെട്രോൾ നിന്റെ ദേഹത്തൊഴിക്കാൻ. ഒരു സിഗാർ ലൈറ്റർ, ഒരു സിഗരറ്റ്. ചന്ദനമുട്ടി തലയിൽ വെച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കൊണ്ട് സിഗരറ്റ് കത്തിച്ച് ആ സിഗരറ്റ് ഞാൻ നിന്റെ ദേഹത്തിടും. പിന്നെ നിന്നെ ഞാൻ കാണില്ല, നീ പോലും കാണില്ല. നോക്ക്, ഈ കണ്ണിലേക്ക് നോക്ക്. 18 വർഷം മുമ്പ് നീ സ്വർഗത്തിലേക്ക് അയച്ച ഒരു സാധു മനുഷ്യന്റെ കണ്ണുനീര് നിനക്കിതിൽ കാണാം. നിന്നെ ജീവനോടെ മുക്കിക്കൊല്ലാൻ എനിക്കതിലൊരു തുള്ളി മതി. He was my father, my great father, and I am the great, great, great son, പിൻഗാമി. എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാൻ വന്ന പിൻഗാമി.
പട്ടേ എന്നെ ഒന്നും ചെയ്യരുത്. ഒരു വക്കീൽ വേഷം ഉണ്ടെന്ന് വെച്ച് ഇനിയെങ്കിലും മനുഷ്യരെ പച്ചയോടെ തിന്നരുത്. തന്നെ എനിക്ക് കൊല്ലാൻ മനസ്സ് വരുന്നില്ല പട്ടരെ. താനൊരു പാവം വിഡ്ഢിയാണ്. കരയരുത്, കരയരുത് മോളെ. നീ ഞങ്ങളുടെ ചിന്നമോളല്ലേ. ചിന്നമോള് കരയാൻ പാടുണ്ടോ? ഏട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നമുക്കിനി നമ്മുടെ അമ്മയെ കാണണ്ടേ? കഴിഞ്ഞ 18 വർഷമായി ചിന്നുമോൾക്കൊപ്പം ഈ മഠത്തിൽ തന്നെയാണ് നമ്മുടെ അമ്മയും താമസിച്ചത്. നിങ്ങളെ ചിലരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ അമ്മയ്ക്ക് അതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടി വന്നു. ഏട്ടൻ അമ്മയെ കണ്ടു. അമ്മയ്ക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ട്, പേര് വരെ ഓർമ്മയുണ്ട്. പക്ഷെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്. അധികം ചിരിക്കില്ല, അധികം സംസാരിക്കില്ല. പക്ഷെ സ്നേഹിക്കും, നമ്മളെക്കാളൊക്കെ സ്നേഹിക്കും. അമ്മയെ ഇനി നമ്മൾ വേണം അമ്മയാക്കി മാറ്റാൻ. വരൂ. ഇവരെ ഓർമ്മയുണ്ടോ സുഭദ്രയ്ക്ക്? മക്കളാടോ തന്റെ മക്കള്. ഇത് പാർവതി, ഇത് ചിന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. എന്നോ നഷ്ടപ്പെട്ട അമ്മയെ അനിയത്തെയും മറ്റാരുമല്ല ഞങ്ങൾക്ക് തിരിച്ചു തന്നത് കുമാരേട്ടൻ. മരിക്കാറായ നല്ല മനുഷ്യന്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചത് ആരാണാവൂ? സത്യം, അതിനു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. എല്ലാം ഒരു ചരടുവലി ആരുടെയോ. അതുപോലെ ഒരു കണ്ടുമുട്ടലാണിതും. അടുത്ത ലീവിൽ വരുന്നതുവരെ എനിക്ക് കത്തെഴുതാൻ ഒരാളായല്ലോ. ഉണ്ണി, ഭഗവതിക്ക് പാലെടുക്കുമ്പോ ഇവൻ എവിടെ പോയി കിടക്കണു? ഉണ്ണി, എത്ര നേരം വെളിച്ചപ്പാട് അവിടെ തുള്ളി നിൽക്കുക? ഒന്ന് അനുഗ്രഹം വാങ്ങണോ? അത് ശരി. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടെ പാലെടുപ്പ് നടക്കട്ടെ. അതല്ല. മനസ്സിലായി മനസ്സിലായി. അതല്ല മെന്നെ. ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. മെന്നെ. ഓ മെന്നെ.